ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 14. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ. ശ്ലോകം 13, പേജ് നമ്പർ 717. അപ്രകാശോ പ്രവൃത്തിശ്ച പ്രമാദോ മോഹ ഏവ ച തമസേതാനി ജായന്തേ വിവൃദ്ധി കുരു നന്ദന. പദാനുപദം. കുരുനന്ദനഃ, ഹേ കുരുനന്ദന. അപ്രകാശഃ, അപ്രകാശവും. അപ്രവൃത്തിഃ ച, പ്രവൃത്തി ചേഷ്ട ഇല്ലായ്മയും. അനുദ്യമശീലവും. പ്രമാദ, പ്രമാദവും. മോഹഃ ഏവ ച, മോഹവും. ഏതാനി, ഇവ. തമസി, തമസ്, തമോഗുണം. വിവൃദ്ധി, വർദ്ധിക്കുമ്പോൾ. ജായന്തി, ഉണ്ടാകുന്നു. വിവർത്തനം. കുരുനന്ദന, തമോഗുണം വളരുമ്പോൾ തേജസ്സില്ലായ്മ, അകർമ്മണ്യത, പ്രമാദം, വ്യാമോഹം എന്നിവ പ്രകടമാകുന്നു. ഭാവാർത്ഥം. തേജസ്സില്ലാത്തിടത്ത് ജ്ഞാനമില്ല. താമസ സ്വഭാവി നിയന്ത്രിത തത്വത്തിനനുസരിച്ചല്ല പ്രവർത്തിക്കുന്നത്. തന്നിഷ്ടം പോലെ ഒരുദ്ദേശവുമില്ലാതെ പ്രവർത്തിക്കാനാണ് അയാൾക്കിഷ്ടം. അധ്വാനശേഷി അയാൾക്കുണ്ടെങ്കിലും അതുപയോഗിക്കാൻ തുനിയില്ല. ഇതിനെ വ്യാമോഹമെന്ന് പറയുന്നു. ബോധാവസ്ഥയിലാണെങ്കിലും ഇക്കൂട്ടരുടെ ജീവിതം കർമ്മരഹിതമാണ്. ഇതാണ് താമസ സ്വഭാവിയുടെ ലക്ഷണങ്ങൾ. ഹരേ കൃഷ്ണ.